أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, മുതഅല്ലിം സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലെ 138ാമത്തെ ക്ലാസ്സിൽ ആണ് നമ്മളെല്ലാവരും. 138 സൂറത്തുൽ കഹ്ഫ് ആണ് ഇപ്പോൾ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സോടുകൂടി സൂറത്തുൽ കഹ്ഫ് അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അടുത്ത ക്ലാസ് മുതൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതിൻ്റെ ബാക്കി നിയമങ്ങൾ, ഹുക്കുമുകൾ നമുക്ക് പഠിക്കണം. ഒരുപാട് ഹുക്കുമുകൾ വരാനുണ്ടല്ലോ. ഇപ്പം നമ്മൾ പ്രധാനമായും അൽ കഹ്ഫ് സൂറത്ത് ഓതിയപ്പോൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അഹ്കാമുൻ നൂനി സാക്കിന വ തൻവീൻ ശരിക്കും നോക്കി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത്. ഇന്നുകൂടെ അങ്ങനെ കുറച്ച്, എന്നിട്ട് അടുത്ത ക്ലാസ് മുതൽ പുതിയ നിയമങ്ങൾ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, അല്ലാഹു ഭാഗ്യം തരട്ടെ. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ മനോഹരമായി സുന്ദരമായിട്ട് നമുക്ക് ഒരു ഖത്മ് തീർക്കണം. അങ്ങനെ നമ്മുടെ ആലിമീങ്ങളിൽ നിന്ന്, സാദാത്യങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങണം. അല്ലാഹു അതിന് ഭാഗ്യം തരട്ടെ അല്ലാഹ്. നമ്മൾ അൽ കഹ്ഫിലേക്ക് വരാം. കഴിഞ്ഞ ക്ലാസ്സിൽ 65 വരെയാണ് നമ്മൾ ഓതിയത്. ഇന്ന് ബാക്കി ഭാഗം ഓതാം. എല്ലാവരും ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ ഇതിൻ്റെ കൂടെ ഓതിയിട്ടും ശേഷം ഓതിയിട്ടും വീണ്ടും ക്ലാസ് കേട്ടുകൊണ്ടൊക്കെ ഖിറാഅത്ത് തെറ്റില്ലാത്ത ഖിറാഅത്താക്കാനുള്ള തീവ്ര പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആല എല്ലാം ഖബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. വിശുദ്ധ ഖുർആനിന് വേണ്ടി നമ്മൾ ഇരിക്കുന്ന ഇരുത്തത്തിൻ്റെ ഓരോ സെക്കൻഡിനും ഓരോ വർഷത്തെ ഇബാദത്തിൻ്റെ പുണ്യം റബ്ബ് നമുക്ക് തരട്ടെ. നിയ്യത്ത് നന്നാക്കിയിരുന്നാൽ അതല്ല, അതിലപ്പുറം റബ്ബ് തരും തീർച്ചയായും. അല്ലാഹുവേ, അങ്ങനെ പുണ്യം ചെയ്തവരിൽ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അപ്പോൾ നമുക്ക് വരാം. 66ാമത്തെ ആയത്ത് മുതൽ തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال له موسى هل أتبعك على أن تعلمني مما علمت رشدا قال إنك لن تستطيع معي صبرا وكيف تصبر على ما لم تحط به خبرا قال ستجدني إن شاء الله صابرا ولا أعصي لك أمرا قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرا فانطلق
فانطلقا حتى إذا ركبا في السفينة خرقها قال أخرقتها لتغرق أهلها لقد جئت شيئا إمرا قال ألم أقل إنك لن تستطيع معي صبرا قال لا تؤاخذني بما نسيت ولا ترهقني من أمري عسرا فانطلقا حتى إذا لقيا غلاما فقتله قال أقتلت نفسا زكية بغير نفس لقد جئت شيئا نكرا. നോക്കിയേ, قال له موسى هل أتبعك على أن تعلمني مما علمت رشدا. اوكي، قال له موسى هل أتبعك، اوكي ليه، قال له موسى هل أتبعك، اوكي، على أن تعلمني، اوكي، على أن تعلمني മദ്ദുണ്ട് ഇഖ്ഫ ഉണ്ട്. مما علمت رشدا على أن تعلمني مما علمت رشدا على أن تعلمني എന്ന് നീ എന്നും ഞാൻ എന്നും നീട്ടുവോ? ഇല്ല, നീട്ടാൻ പാടില്ല. قال إنك لن تستطيع معي صبرا. يعني قال إنك لن تستطيع معي صبرا وكيف تصبر على ما لم تحط به خبرا. وكيف تصبر، ليه، وكيف تصبر على ما لم تحط به خبرا. അവിടെ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബറ. قال ستجدني إن شاء الله صابرا. اوكي، قال ستجدني إن شاء الله صابرا ولا أعصي لك أمرا. ستجدني إن شاء الله، اوكي ليه، مد إن شاء الله صابرا ولا أعصي لك أمرا. അവിടെ ഒരു രസം കേൾക്കണം നിങ്ങൾക്ക്. രസം എന്ന് പറഞ്ഞാൽ ചിലരൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്താ സംഭവം? ഇൻഷാ അല്ലാഹ്. നോക്കിയേ എല്ലാവരും നോക്കിയേ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നൊരു പദമാണ് ഇൻഷാ അല്ലാഹ്, അല്ലേ? ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഇൻഷാ എന്ന് പറയുന്നത് അത് ഷായിലെ ആയാണോ അള്ളാഹുവിലെ ആയാണോ എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും? എഴുത്തു നോക്കി ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിലേത് ഹംസത്തുൽ വസ്ലാണ്, ഇത് ഷായിലേതാണ്. ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. ولا أعصي لك أمرا قال فإن اتبعتني. ഇത് നോക്കിയേ, قال فإن اتبعتني അങ്ങനെയൊക്കെ ഓതുന്നവരുണ്ട്. قال فإن اتبعتني അർത്ഥമൊക്കെ മാറും. ഫത്ഹും കസറും അങ്ങോട്ടും ഇങ്ങോട്ടും, കടിക്കുക, കിടക്കുക, കുടിക്കുക എന്ന് പറഞ്ഞു നോക്കി. കടിക്കുക, കിടക്കുക, കുടിക്കുക, അക്ഷരം മാറിയിട്ടില്ല. ഫത്ഹും കസറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ കടിക്കൽ കുടിക്കലായി, കുടിക്കൽ കിടക്കലായില്ലേ? അതേപോലെ ഇവിടെയൊക്കെ ഉണ്ടാകും. قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرا.
അല്ലേ? فلا تسألني عن شيء حتى أحدث لك منه ذكرا. عن شيء حتى منه ഇതൊക്കെ നിയമങ്ങളുണ്ട്. فانطلقا حتى إذا ركبا في السفينة خرقها. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കണം. ഓക്കെ, فانطلقا അവിടെ സാക്കിനായ നൂന് ശേഷം താ വന്നതുകൊണ്ട് ഇഖ്ഫ ആണ്. താ ആയതുകൊണ്ട് നൂനിനെയും തഫ്ഖീമാക്കിയിട്ട് ഫൻതലഖാ പറയണം. പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. പിന്നെ നോക്കി ഫിസ്സഫീനതി ഖറഖഹ. പിന്നെന്താ ഓതുക? ഖാല അഖറഖ്തഹ. അതെ, ഖാല അഖറഖ്തഹ. കുറേ ആളുകളുണ്ട് അവിടെ ഖാല അഖ്റഖ്തഹ എന്ന് ഓതുന്നവർ. ഖാല അഖ്റഖ്തഹ. അഖ്റഖ്തയും അഖറഖ്തയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഖാഇന് സുക്കൂനാണ്, അഖ്റഖ്ത. അഖറഖ്ത ഖാഇന് ഫത്ഹാണ്, അർത്ഥ വ്യത്യാസമുണ്ട്. 71 ഉള്ളതോ അഖറഖ്തഹ പിഴവാണ്. ഖാ സുകൂനതായി അഖ്റഖ്തഹ. അഖ്റഖ്തഹ പിഴവാണ്, അഖറഖ്തഹ ശരിയാണ്. قال أخرقتها لتغرق أهلها لقد جئت شيئا إمرا. لقد جئت شيئا إمرا. قال ألم أقل إنك لن تستطيع معي صبرا. قال ألم أقل إنك قال ألم أقل إنك لن تستطيع معي صبرا. ഇവിടെ لن تستطيع ശ്രദ്ധിക്കണം. قال لا تؤاخذني بما نسيت ولا ترهقني من أمري عسرا. എങ്ങനെ? قال لا تؤاخذني بما نسيت ولا ترهقني من أمري عسرا. قال لا تؤاخذني بما نسيت ولا ترهقني من أمري عسرا. فانطلقا حتى إذا لقيا غلاما فقتله. فانطلقا حتى إذا لقيا غلاما فقتله. فانطلقا ശ്രദ്ധിച്ചോക്കി അല്ലേ? فانطلقا حتى إذا لقيا فانطلق حتى لقي غلام പറ്റില്ല. فانطلقا حتى إذا لقيا غلاما فقتله. قال أقتلت نفسا زكية. قال أقتلت ഖാഫിന് ഫത്ഹ്. ഖാല അഖ്തൽത. അവിടെ അഖ്റഖ്ത പറയുന്ന ആളുകൾ ഇവിടെ അഖ്തൽത പറയും. ശ്രദ്ധിക്കണം. قال أقتلت نفسا زكية بغير نفس لقد جئت شيئا نكرا. لقد جئت شيئا نكرا. قال ألم أقل لك إنك لن تستطيع معي صبرا. قال إن سألتك عن شيء بعدها فلا تصاحبني قد بلغت من لدني عذرا. فانطلقا حتى إذا أتيا أهل قرية استطعما أهلها فأبوا أن يضيفوهما فوجدا فيها جدارا
فوجدا فيها جدارا يريد أن ينقض فأقامه قال لو شئت لاتخذت عليه أجرا قال هذا فراق بيني وبينك سأنبئك بتأويل ما لم تستطع عليه صبرا أما السفينة فكانت لمساكين يعملون في البحر فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا നോക്കണേ قال ألم أقل لك إنك لن تستطيع معي صبرا قال ألم أقل لك إنك لن تستطيع معي صبرا قال إن سألتك عن شيء بعدها فلا تصاحبني എത്ര അല്ലേ നേരത്തെ തായത്തിലുണ്ട് ഇവിടെ നോക്കി قال إن سألتك إخفاء عن شيء إخفاء شيء بعدها إقلاب قد بلغت من لدني عذرا ليه قد بلغت من لدني عذرا فانطلقا حتى إذا أتيا فانطلقا حتى إذا أتيا മദ്ദുകളൊന്നും മറക്കരുതേ أهل قرية استطعما കുറേ ആളുകളുണ്ട് അൽ കഹ്ഫ് ഓതുമ്പോൾ അഹ്ല ഖറിയത്തി ഇസ്തത്അമ എന്നൊക്കെ ഓതുന്നവർ കേട്ടോ. എങ്ങനെ ഓതണം? അഹ്ല ഖറിയത്തിൻ ഇസ്തത്അമാ അഹ്ലഹാ ഫഅബൗ അൻ യുദയ്യിഫൂഹുമാ. അങ്ങനെ ഫഅബൗ അൻ യുദയ്യിഫൂഹുമാ ഫവജദാ ഫീഹാ ജിദാറാ يريد أن ينقض فأقامه. يعني يريد أن ينقض فأقامه قال لو شئت لاتخذت عليه أجرا قال لو شئت لاتخذت عليه أجرا قال هذا فراق بيني وبينك سأنبئك بتأويل ما لم تستطع عليه صبرا سأنبئك بتأويل ما لم تستطع عليه صبرا. ഓക്കെ, ما لم تستطع എന്നിട്ട് ط ഉണ്ട്. أما السفينة فكانت لمساكين يعملون في البحر. നോക്കണേ, أما السفينة فكانت لمساكين يعملون في البحر فأردت أن أعيبها وكان وراءهم ملك. يعني وكان وراءهم ملك يأخذ كل سفينة غصبا يأخذ كل سفينة غصبا. باقي وأما الغلام فكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا
فأردنا أن يبدلهما ربهما خيرا منه زكاة فأردنا أن يبدلهما ربهما خيرا منه زكاة وأقرب رحما وأما الجدار فكان لغلامين يتيمين في المدينة وكان تحته كنز لهما وكان أبوهما صالحا فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك وما فعلته عن أمري ذلك تأويل ما لم تستطع عليه صبرا. وأما الغلام فكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا. فأردنا أن يبدلهما ربهما خيرا منه زكاة وأقرب رحما وأما الجدار فكان لغلامين يتيمين في المدينة وكان تحته كنز لهما إخفاء وكان أبوهما صالحا فأراد ربك صالحا فأراد ചേർത്തിയോതുമ്പോൾ ഇഖ്ഫാ ഉണ്ട്. ഇത് നമ്മൾ പരിശീലനത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇദ്ഗാം ബിഗുന്ന അശുദ്ധഹുമാ ചേർത്തിയോതുമ്പോഴോ അശുദ്ധഹുമാ വയസ്തഖ്രിജാ കൻസഹുമാ റഹ്മതൻ മിർ റബ്ബിക്. ഇദ്ഗാം ബിഗുന്ന ബിലാ ഗുന്ന ഇഖ്ഫാ എല്ലാം. വമാ ഫഅൽതുഹു അൻ അംരി വമാ ഫഅൽതുഹു അൻ അംരി. ബാക്കി എന്താ ഓതുക? ദാലിക തഅ്വീലു മാ ലം. എങ്ങനെ ഓതണം? കണ്ടോ, കുറച്ചാളുകൾ ഇപ്പോഴും ഓതി മാലം തസ്തതി അലൈഹി സബ്റാന്ന്. ശരിക്കും ഒന്ന് കണ്ണ് തുറന്നു നോക്കി, ഒന്ന് തുറന്നു നോക്കി. ദാലിക തഅ്വീലു മാലം തസ്തതി എന്ന് പിന്നെയും നോക്കി. മാ ലം തസ് പിന്നെന്താ? തസ്ത എന്ന താ ഇല്ലല്ലേ, തസ്തഅലൈഹി സബ്റ എന്നാണുള്ളതില്ലേ. അപ്പോൾ ഉസ്താദേ മേലുണ്ട് 78-ാമത്തെ ആയത്തിൽ മാലം തസ്തതി എന്നുണ്ട്, തസ്ത ഉണ്ട്. ഇവിടെയോ തസ്ത എന്നേ ഉള്ളൂ. അക്ഷരം പോയതാണെന്നോ? എന്താണ് ആ ചോദ്യം? അല്ലാന്നേ, ഇവിടെ എങ്ങനെയുള്ളൂ, അവിടെ അങ്ങനെ ഉണ്ട്. പക്ഷേ രണ്ടിടത്തും മാലം തസ്തതി അലൈഹി സബ്റ ഓതുന്ന 1, 2, 10, 100 ആളുകളൊന്നും അല്ല ഉണ്ടാവുക. ഇപ്പോൾ തന്നെ ഇത് ഫസ്റ്റായിട്ട് കേൾക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? ഒന്ന് കൈപോക്കി നോക്കി. സ്വന്തം ആരും കാണുമൊന്നുമില്ല, എന്നാലും തിരുത്തണം. ഇതിലെ തമാശ എന്താ അറിയോ? നമ്മളെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇപ്പോഴും അങ്ങനെ ഓതുന്നവരുണ്ട്. തിരുത്തി കൊടുക്കണം. സൂറത്തുൽ കഹ്ഫിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ വീട്ടിലെ നമ്മൾക്ക് തിരുത്താൻ പറ്റിയ ആളുകൾക്കൊക്കെ ഈ ആയത്തൊന്ന് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഒതുക്കി എന്ന് പറയാം. അപ്പോൾ മാലം തസ്തതി അലൈഹി സബ്റ കണ്ണ് തുറന്നൊന്ന് ഒതുക്കി എന്ന് പറയാം. അപ്പോഴാണ് അവർ കൂടുതൽ ആളുകളും ഫസ്റ്റ് കാണുകയായിരിക്കും. ഇത് നമ്മളിൽ പലരും ഫസ്റ്റ് കണ്ടതുപോലെ വെള്ളിയാഴ്ച അൽ കഹ്ഫ് സുന്ദരമായി ഓതുന്ന ആളുകളായിരിക്കും, അവർ പതിവായി ഓതുന്നവരായിരിക്കും. ഈ ഒരു തെറ്റ് നമ്മൾ ഗദാത്തി ഓർമ്മയില്ല നിങ്ങൾക്ക്, ഗദവാത്തി, അതേപോലെ ഇതും തിരുത്തി കൊടുക്കണം കേട്ടോ. ബാക്കി وَيَسْأَلُونَكَ عَنْ ذِي الْقَرْنَيْنِ قُلْ سَأَتْلُو عَلَيْكُمْ مِنْهُ ذِكْرًا.
إنا مكنا له في الأرض وآتيناه من كل شيء سببا فأتبع سببا حتى إذا بلغ مغرب الشمس وجدها تغرب في عين حمئة ووجد عندها قوما قلنا يا ذا القرنين إما أن تعذب وإما أن تتخذ فيهم حسنا قال أما من ظلم فسوف نعذبه ثم يرد إلى ربه فيعذبه عذابا نكرا وأما من آمن وعمل صالحا فله جزاء الحسنى وسنقول له من أمرنا يسرا ثم أتبع سببا ويسألونك عن ذي القرنين ويسألونك عن ذي القرنين إخفاء إليه قل سأتلو عليكم منه ذكرا قل سأتلو عليكم منه ذكرا إنا مكنا له في الأرض وآتيناه من كل شيء سببا من كل شيء سببا إخفاء فأتبع سببا فأتبع حتى إذا بلغ مغرب الشمس وجدها تغرب في عين حمئة ووجد عندها قوما ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. നോക്കിയേ, മഗ്രിബ തഗ്റുബു. قلنا يا ذا القرنين إما أن تعذب وإما أن تتخذ فيهم حسنا إما أن تعذب وإما أن تتخذ تنبولي قال أما من ظلم لا إخفاء منهم فسوف نعذبه نعذبه ബാഇനും ഹാഇനും ضمാണ് നുഅദ്ദിബുഹു ബഹു അല്ലാബുഹു ثم يرد إلى ربه فيعذبه عذابا نكرا കണ്ടോ ഫയുഅദ്ദിബുഹു അവിടെയും ബാഇന് ضم രണ്ടിടത്തും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഫയുഅദ്ദിബുഹു യുഅദ്ദിബുഹു ആകും. وأما من آمن وعمل صالحا പിന്നെന്താ ഫലഹു ജസാഅനിൽ ഹുസ്ന. ജസാ അൽ ഹുസ്ന ഓതുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉണ്ട് ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ഇപ്പൊ ഫസ്റ്റായിട്ട് കാണുന്നു ഫലഹു ജസാഅനിൽ ഹുസ്ന. കാരണങ്ങളൊക്കെ ഒരുപാട് നമ്മൾ അല്ലേ. തൻവീനുകൾക്ക് ശേഷമുള്ള ഹംസത്തുൽ വസ്ല് തൻവീനിനെ നൂനാക്കി കസ്റ നൽകും അദസ്ല്. തൻവീനുകൾക്ക് ശേഷമുള്ള ഹംസത്തുൽ വസ്ല് തൻവീനിനെ നൂനാക്കി കസ്റ നൽകും അദസ്ല്. നൂഹുൻ ഇബ്നഹു വഅദ്നിനില്ലതി വഅദ് ഖബീസതി നിജ്തുസ്സതൻ ഓദണേ. ഇത് നമ്മൾ പാട്ടും പാടി പഠിച്ചിട്ടുണ്ട്. കാരണം പക്ഷേ അൽ കഹ്ഫ് ഓതിയപ്പോൾ ഇങ്ങനെ ഫലഹു ജസാഅൽ ഹുസ്ന തെറ്റായി. ഫലഹു ജസാഅനിൽ ഹുസ്ന ശരിയായി. വസനഖൂലു ലഹു മിൻ അംരിനാ യുസ്റാ. മിൻ അംരിന ഉണ്ടല്ലോ ഇദ്ഹാർ. ثم أتبع سببا حتى إذا بلغ مطلع الشمس وجدها تطلع على قوم لم نجعل لهم من دونها سترا كذلك وقد أحطنا بما لديه خبرا ثم أتبع سببا حتى إذا بلغ بين السدين وجد من دونهما قوما لا يكادون يفقهون قولا
قالوا يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا قال ما مكني فيه ربي خير فأعينوني بقوة أجعل بينكم وبينهم ردما آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا فما استطاعوا أن يظهروه وما استطاعوا له نقبا حتى إذا بلغ مطلع الشمس وجدها تطلع على قوم لم نجعل لهم من دونها سترا كذلك وقد أحطنا بما لديه خبرا ثم أتبع سببا حتى إذا بلغ بين السدين وجد من دونهما قوما لا يكادون പറയൂ ഇദ്ഗാമുണ്ട് ബിലാഗുന്ന ഇതിനായി 2 ഹുറൂഫ് എന്ന നൂനും തൻവീനിൻ പിറകേലാം റാവന്നാലി വിധിയെന്ന ലേ ലാ യകാദൂന യഫ്ഖഹൂന ഖൗല ഖാലൂ യാ ദൽ ഖർനൈനി ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദ് فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا قال ما مكني فيه ربي خير فأعينوني بقوة أجعل بينكم وبينهم ردما لا بقوة أجعل صدقنا خير فأعينوني صدقنا آتوني زبر الحديد لا حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا فما استطاعوا أن يظهروه وما استطاعوا له نقبا ശരിക്കും നോക്കണം ഫമസ്താഉ എന്നുള്ളൂ ഫമസ്തതാഉ ഇല്ല ഇവിടെ തൊട്ട് ശേഷം വമസ്തതാഉ ഉണ്ട് രണ്ടും ഫമസ്തതാഉ വമസ്തതാഉ ലഹു എന്ന് ഓതുന്നുണ്ടോ പാടില്ലട്ടോ ബാക്കി قال هذا رحمة من ربي فإذا جاء وعد ربي جعله دكاء وكان وعد ربي حقا وتركنا بعضهم يومئذ يموج في بعض ونفخ في الصور فجمعناهم جمعا وعرضنا جهنم يومئذ للكافرين عرضا الذين كانت أعينهم في غطاء عن ذكري وكانوا لا يستطيعون سمعا أفحسب الذين كفروا أن يتخذوا عبادي من دوني أولياء إنا أعتدنا جهنم للكافرين نزلا قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا
أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا. ഓക്കെ, قال هذا رحمة من ربي, ഒരുപാട് അല്ലേ, റഹ്മത്തുമ്മി മിർ റബ്ബി ബിഗുന്ന ബിലാ ഗുന്ന. فإذا جاء وعد ربي جعله دكاء ليه وكان وعد ربي حقا وتركنا بعضهم يومئذ يموج في بعض എന്തുണ്ട് ബിഗുന്ന ونفخ في الصور فجمعناهم جمعا وعرضنا جهنم يومئذ للكافرين عرضا وعرضنا جهنم يومئذ للكافرين عرضا. ഇഷ്ടം പോലെ അല്ലേ. الذين كانت أعينهم في غطاء عن ذكري وكانوا لا يستطيعون سمعا أفحسب الذين كفروا أن يتخذوا عبادي من دوني أولياء. أفحسب ശ്രദ്ധിക്കണേ, അഫഹസിബ ആകാൻ പാടില്ല. أن يتخذوا عبادي من دوني أولياء إنا أعتدنا جهنم للكافرين نزلا. അതെ, ഇബാദി ദാലിന് ശേഷം നീട്ടാൻ യാവന്നു, പുള്ളിയില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചിരുന്നു അല്ലേ, എന്താ സംഭവം? അക്ഷരങ്ങൾക്ക് ശ്രദ്ധിക്കുക, അക്ഷരങ്ങൾക്ക് പുള്ളികളൊക്കെ വന്നത് എന്തിനു വേണ്ടിയിട്ടാ? അക്ഷരങ്ങളെ വേർതിരിയാൻ വേണ്ടിയിട്ടാ. സായും ഷായും രണ്ടും രണ്ടാവാനാണ് ഒന്നിന് പുള്ളി കൊടുത്തത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ബായും തായും സായും നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയങ്ങളെ സൂചനയൊക്കെ ഒക്കെ ഒരേപോലെയാണ് അല്ലേ. 3 കമ്പാർട്ട്മെൻ്റ് ഉണ്ടാവും. ഒന്ന് ബായാണ്, ഒന്ന് തായാണ്, ഒന്ന് സായാണ് എന്ന് എങ്ങനെ മനസ്സിലാവും? പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള അറബികളല്ലാത്തവർക്ക്. അറബികൾക്കും കുറേ കഴിഞ്ഞാൽ തിരിയില്ല. അപ്പോൾ അതുകൊണ്ട് അക്ഷരങ്ങളെ വേർതിരിക്കാൻ വേണ്ടി ബാഇന് അടിയിൽ 1 കൊടുത്ത് ബാ ആക്കി, താഇന് മുകളിൽ 2 കൊടുത്ത് തായാക്കി, സാഇന് 3 മുകളിൽ കൊടുത്ത് സായാക്കി, മുകളിൽ 1 കൊടുത്ത് ന. ഇങ്ങനെ അതൊക്കെ അന്നത്തെ ആളുകൾ ചെയ്തതാ അല്ലേ. 1-ാമത്തെ നൂറ്റാണ്ടിലൊക്കെ ചെയ്ത സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അക്ഷരങ്ങളെ വേർതിരിക്കാൻ വാവിന് പുള്ളിയില്ലല്ലോ. ഓക്കെ, വാവിന് പുള്ളിയില്ലല്ലോ. ഉണ്ടോ? മീമിന് പുള്ളിയില്ലല്ലോ. എന്താ? വാവ് പോലെ വേറൊരു അക്ഷരം ഇല്ല. അതുകൊണ്ട് അതിന് പുള്ളി ഇല്ലെങ്കിലും അത് വാ എന്നേ വായിക്കൂ. അങ്ങനെ തന്നെയല്ലേ? ഉറപ്പല്ലേ? മീമിനോ പുള്ളിയില്ല, കാരണം മീമ് പോലെ വേറൊരു അക്ഷരമില്ല. അപ്പോൾ പുള്ളി 2 ആവശ്യമില്ല, വേർതിരിക്കാൻ വേറൊന്നില്ല. എന്നതുപോലെ യാ എന്ന അക്ഷരം ശരിക്കും ശ്രദ്ധിക്കുക. അതിൻ്റെ പൂർണ്ണ രൂപം നമ്മുടെ ഈ കുഞ്ഞി താറാവില്ലേ അല്ലേ? ഓ, താറാവ് എന്ന് അറബിയിലെ താ പറഞ്ഞ അല്ലേ? അങ്ങനെയല്ല, കുഞ്ഞി താറാവ്. ഇതിങ്ങനെ ഓതുന്നതിൻ്റെ ഇടയിലേ അറബി താ തന്നെ ഉപയോഗിച്ചിട്ട് കുഞ്ഞി താറാവില്ലേ എന്നാണ് പറഞ്ഞത്. ശ്രദ്ധിച്ചോ? അപ്പോൾ ഈ ചെറിയ താറാവ് 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 എന്ന് പറഞ്ഞില്ലേ, ബത്ത എന്നൊക്കെ പറയില്ലേ ചില നാട്ടിൽ പല പേരാ. അപ്പോൾ അതേപോലെ യാ എൻ്റെ പൂർണ്ണ രൂപത്തിൽ എഴുതുമ്പോൾ പിന്നെ പുള്ളിക്ക് ആവശ്യമില്ല, കാരണം അതേപോലത്തെ വേറൊരു ലെറ്റർ വേറെ ഇല്ല. ഇങ്ങനെ ഇതാ ഈ കാണുന്ന രൂപത്തിൽ കണ്ടില്ലേ? ഇതേപോലെ വേറെ ഏതെങ്കിലും ലക്ഷണങ്ങളുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ഇങ്ങനെ എഴുതുമ്പോൾ, ഒറ്റയ്ക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? കലിമത്തിൻ്റെ അവസാനത്തിലൊക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ നോക്കിയാൽ മൂസ കണ്ടില്ലേ, ഇവിടെയും കണ്ടില്ലേ? യാ ഇനി അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ എഴുതുമ്പോൾ പുള്ളിക്ക് ആവശ്യമില്ല, വേറൊരക്ഷരമായി അത് വരൂല എന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ. യെസ്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല. എങ്ങനെ? ഖുൽ ഹൽ നുനബ്ബിഉകും, നുനബ്ബി എന്ന് ആകരുത് കേട്ടോ. നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല الذين ضل سعيهم في الحياة الدنيا. എങ്ങനെ? الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. എങ്ങനെ? أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه
فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا. എങ്ങനെ? فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي هزوا. ബാക്കിയും കൂടെ ഓതിയിട്ട് നിർത്താം. إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا صدق الله العظيم. ഓക്കേ, ഈ ആയത്ത് ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് എപ്പോഴും പറയാറുണ്ട്. വഅമിലു എന്നുള്ളിടത്ത് സാധാരണ പലരും ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് എന്ന് പറഞ്ഞിട്ട് വഅമിലു ആവാറുണ്ട്, ഐനിന് സുക്കൂൻ കൊടുക്കാറുണ്ട്. ഇല്ല, വഅമിലുസ് സ്വാലിഹാത്ത്. ഇനിയാ രസം, എത്ര ആളുകളാണ് അൽ കഹ്ഫ് സൂറത്തിലെ ഈ ആയത്തിൽ 107-ാമത്തെ ഈ ആയത്തിൽ എങ്ങനെ ഓതും? ജന്നാത്തുൽ ഫിർദൗസി നുസുല. അവിടെ ഫിർദൗസ് എന്ന റാഇനെ തർഖീഖാക്കേണ്ടിടത്ത് ജന്നാത്തുൽ ഫിർദൗസി നുസുല. ഫിർദൗസ് എന്ന് ഫിർദൗസ് അല്ലേ? പാട്ടുകളൊക്കെ പാടുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസിൽ പന്തലൊന്നൊരുങ്ങണ് എന്നൊക്കെ നമ്മൾ പാടും. അത് ഖുർആൻ ആയത്തല്ലല്ലോ, അതുകൊണ്ട് കുറ്റം കിട്ടുമൊന്നുമില്ല. പക്ഷേ ആ പദം ഖുർആനിലേക്ക് വന്നിട്ട് ജന്നാത്തുൽ ഫിർദൗസി എന്നോദനം, ഇല്ലെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസി റാഇനെ തഫ്ഖീമാക്കിയാൽ തർഖീഖിൽ നിന്ന് വിട്ടാൽ കുറ്റമാണ്. അതുകൊണ്ട് അൽ കഹ്ഫ് ഓതുന്നവർ ശ്രദ്ധിക്കുക. 107-ാമത്തെ ആയത്തിൽ ജന്നാത്തുൽ ഫിർദൗസി 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 ഓതണം. ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. ല്ലേ? ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു. കുറേ ആളുകൾ ലനഫിദൽ ബഹ്റു എന്ന് ദാല് പറയുന്നവരുണ്ട് ഇവിടെ കേട്ടോ. ലനഫിദൽ ബഹ്റു ഖബല അൻ തൻഫദ. തൻഫദ അല്ല, തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅ്നാ ബിമിസ്ലിഹി മദദ. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. ഈ ആയത്തിൻ്റെ പ്രത്യേകത തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ രാത്രി കിടക്കുമ്പോൾ ഈ ആയത്ത് ഓതിയാൽ അയാൾ കിടക്കുന്ന സ്ഥലം മുതൽ കഅബ വരേക്കും സഫായിട്ട് വരിയായി മലക്കുകൾ നിൽക്കുകയാണ്, 2 സൈഡിൽ ഒരു വഴിയുടെ. എന്നിട്ടോ കിടക്കുന്ന സ്ഥലം മുതൽ അങ്ങേ കഅബ വരെ എത്ര മലക്കുകൾ ഉണ്ടാകും? കോടിക്കണക്കിന് മലക്കുകൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്, നേരം വെളുക്കുന്നത് വരെ, ഉണരുന്നത് വരെ. കഅബയിലാണ് ഒരാൾ കിടന്നുറങ്ങുന്നതെങ്കിലോ കഅബ മുതൽ ബൈത്തുൽ മഅ്മൂർ വരെ എന്താ ചെയ്യേണ്ടത്? അൽ കഹ്ഫ് 10 വട്ടം ഓതണം എന്നല്ല പറഞ്ഞത്. ഈ അവസാനത്തെ ആയത്ത് ഒന്ന് ഓതിക്കിടക്കുക. മറപ്പിക്കും ഇബ്ലീസ്, സമ്മതിക്കൂല അവന്. ഇത്രയും വലിയ കൂലി കിട്ടുന്ന ഒരു ചെറിയ കാര്യം, കാഴ്ചയിൽ ചെറിയ ഈ ഒരു കാര്യം, അതെങ്ങനെ ഇബ്ലീസ് നമ്മളെ ചെയ്യാൻ സമ്മതിക്കുമോ? 2 പ്രശ്നം. ഒന്നിരിക്കൽ മറവി വരുത്തിയിട്ട് അതങ്ങനെ മറന്നു പോകും. ഇല്ലെങ്കിൽ എന്തെങ്കിലും കൊല്ലിന്നമാന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ തെറ്റാക്കിയിട്ടു അങ്ങനെ ഓതും. ഇല്ല, ഒരു തെറ്റുമില്ലാതെ പുണ്യങ്ങളിവ നേടുന്നതിൻ്റെ നിബന്ധന
പാരായണം പിഴവൊഴികയാവണമെന്നതാ. തജ്വീദു നിയമങ്ങൾക്കനുസൃതമാവണം, തകരാറുകൾ തെല്ലും വരാതെയുമാവണം. നമ്മളെപ്പോഴും പാടുന്നത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? അതുകൊണ്ട് നോക്കിയേ, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹു വാഹിദ്. ഓക്കെ, فمن كان يرجو لقاء ربه فليعمل عملا صالحا. فليعمل عملا صالحا. فليعمل فليا പാടില്ല. فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. صدق الله العظيم. അല്ലാഹുവേ ഖബൂലാക്ക് അല്ലാഹ്. അൽ കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം നിൻ്റെ മുത്തായ ഹബീബ് സാധുക്കളായ ഞങ്ങളോട് എന്തെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടോ അതൊക്കെ കിട്ടുന്നവരിൽ അള്ളാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ദോഷങ്ങളൊക്കെ പുറത്തു തരണേ അല്ലാഹ്. തദ്രീബ് കുടുംബത്തിൽ എല്ലാവർക്കും ബന്ധപ്പെട്ടവർക്കും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും എല്ലാം മാറ്റി നീ റാഹത്തും ശിഫയും സമാധാനവും സലാമത്തും നൽകണേ അല്ലാഹ്. നിൻ്റെ പരിശുദ്ധമായ ഖുർആനിൻ്റെ പേരിൽ ഞങ്ങൾ ഈ സംഘടിച്ചത് അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിന് നമുക്ക് വേദിയൊരുക്കിയ നമ്മുടെ വലിയ ആലിമീങ്ങൾ സുൽത്താനുൽ ഉലമ, റഈസുൽ ഉലമ, ബദ്റുസ്സാദാത്ത് തൊട്ട് കുമ്പോൽത്തങ്ങൾ, പേരോട് ഉസ്താദ്, പൊന്മള ഉസ്താദ്, കോട്ടൂർ ഉസ്താദ്, ഇങ്ങനെ തുടങ്ങി ധാരാളം അലീബ ഫഖീഹ് തങ്ങൾ, ഇങ്ങനെ ധാരാളം സാദാത്യങ്ങളുണ്ട് പടച്ചവനെ, ആലിമീങ്ങളുണ്ട് അല്ലാഹ്, ഉമറാക്കളുണ്ട് പടച്ചവനെ, പ്രവർത്തകരുണ്ട് അല്ലാഹ്. എല്ലാവർക്കും ഈ തദ്രീബിൻ്റെ ഈ വിശുദ്ധ ഖുർആനിൻ്റെ മജ്ലിസിൻ്റെ പുണ്യവും ബറക്കത്തും മുഴുവനും നീ എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. ഹിമ്മത്ത് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ നേതൃനിരയിൽ നിന്ന് നേരത്തെ ഞങ്ങളോട് വിട പറഞ്ഞ താജുൽ ഉലമയടക്കം നൂറുൽ ഉലമയും കൻസുൽ ഉലമയും അടക്കം അല്ലാഹുവേ ധാരാളം ആലിമീങ്ങളും സാദാത്യങ്ങളും പണ്ഡിതന്മാരും പ്രവർത്തകരുമുണ്ട് അല്ലാഹ്. അവരുടെയൊക്കെ ഖബറുകളിലേക്ക് ഈ നല്ല മജ്ലിസിൻ്റെ വെളിച്ചവും നൂറും നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഖബറിൽ അവരൊക്കെ കടന്ന് ഇത് കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ അതുപോലെ ഞങ്ങളുടെ പലരും ഖബറിലാണ് അല്ലാഹ്. സ്വർഗമാക്കി കൊടുക്കണം അല്ലാഹ്. രോഗികളുണ്ട് അല്ലാഹ്, ശിഫ കൊടുക്കണം അല്ലാഹ്. ഖൈറായ ഹലാലായ മുറാദുകളൊക്കെ വീട്ടിത്തരണം അല്ലാഹ്. ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളിലും ഞങ്ങളുടെ മഈശത്തിൻ്റെ അസ്ബാബുകളിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ തഅല്ലുമിലും തഅലീമിലും ഒക്കെ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله.